അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കുവാൻ ഉറച്ച് ഗതാഗത വകുപ്പ്. സ്വകാര്യ ബസ് ഇടിച്ച് ആരെങ്കിലും മരിക്കുന്ന അപകടമുണ്ടായാൽ ബസിന്റെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാൽ പെർമിറ്റ് 3 മാസത്തേക്കും സസ്പെൻഡ് ചെയ്യുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനൊപ്പം ബസ് ഓടിക്കുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന നടപടി തുടരുമെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. മത്സരയോട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭൂരിഭാഗം അപകടങ്ങളുണ്ടാകുന്നത്. എന്നാൽ യാതൊരു തരത്തിലുള്ള മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ജീവനക്കാരന്റെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എന്നിവരെ നിയമിക്കുന്നതിന് യാതൊരു മാനദണ്ഡവും ഇതുവരെയില്ല. എന്നാൽ ഇനിയങ്ങോട്ട് പോലീസ് വെരിഫിക്കേഷന് ശേഷം മാത്രമായിരിക്കും ഈ ജോലികളിൽ പ്രവേശിക്കാൻ അനുവദിക്കൂവെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ യാതൊരുവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടില്ലെന്ന പോലീസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനായി പ്രവേശനം അനുവദിക്കാവൂവെന്ന് ഉടമകൾക്കും നിർദ്ദേശം നൽകി. ബസ്സിലെ ഡ്രൈവിംഗ് സംബന്ധിച്ചുള്ള പരാതികൾ അറിയിക്കുന്നതിനായി ഒരു ഫോൺ നമ്പർ പതിപ്പിക്കാനും ഉടമകളോട് ആവശ്യപ്പെട്ടു. ആരുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കുകയും വേണം. ഇതിൽ ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് പതിപ്പിക്കുന്ന നമ്പർ MVDയുടേതായിരിക്കും. ബസ്സിലെ എല്ലാ ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനായി RT ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ ആരംഭിക്കും. ബസ്സുകളുടെ മത്സരയോട്ടം ഒഴിവാക്കുന്നതിനായി ബസ്സുകളെ ജിയോ ടാഗ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ഉടമകൾക്ക് 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇവർ മുൻകൈയെടുത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് സർക്കാർ ചെയ്യും. ഇതോടെ വാഹനത്തിന്റെ വേഗതയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഉണ്ടാകും. ഇതിനൊപ്പം സമയം തെറ്റിച്ചോടുന്ന വണ്ടികൾക്ക് പിഴ ഈടാക്കുകയും ചെയ്യുമെന്നാണ് ഉടമകളെ അറിയിച്ചിരിക്കുന്നത്. ബസ് ഉടമകൾ തന്നെ ഇത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നാട്ടുകാരാണോ, ഡ്രൈവ് ചെയ്യുന്നവരാണോ, ഗവൺമെന്റ് ആണോ? അല്ല. ഈ ഡിസൈൻ ചെയ്യേണ്ട എഞ്ചിനീയർമാരും ഈ കോൺട്രാക്ടർ ഉപയോഗിക്കുന്ന കൺസൾട്ടന്റ് അല്ലെങ്കിൽ അതോറിറ്റി നിശ്ചയിക്കുന്ന കൺസൾട്ടന്റ് ഇവരല്ലേ ഡിസൈൻ ചെയ്യുന്നത്? നമ്മളാണോ? അവരുടെ ഡിസൈന് തകരാറുണ്ടല്ലേ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാകുന്നത്. ഇവർ പലപ്പോഴും പറ്റുന്ന കുഴപ്പം, ഇപ്പം മുണ്ടൂർ എന്ന സ്ഥലത്തെ പ്രശ്നം എന്ന് പറയുന്നത് പണ്ട് ഈ പ്രശ്നമില്ലായിരുന്നു. കാരണം റോഡ് വളരെ മോശമായിരുന്നു. ഇപ്പോൾ റോഡ് വളരെ നന്നായി, വളരെ സ്മൂത്തായി. ഹൈവേയും സ്മൂത്തായി, KSTP റോഡും സ്മൂത്തായി. ഇതിലാണ് സ്മൂത്തായി കഴിഞ്ഞാൽ ഇടിയാണ്. അപ്പോൾ ആ പഴയ ശാസ്ത്രം ഇപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആ സ്പീഡ് കൂടുന്നതനുസരിച്ചുള്ള ഒരു ഡിസൈൻ അല്ലാത്തത് കൊണ്ടാണ് 2 റോഡിലും സ്പീഡ് കൂടിയിരിക്കുന്നു എന്ന് കണക്കാക്കിയുള്ള ഡിസൈൻ. പഴയ ഡിസൈൻ അങ്ങനെ ഫോളോ ചെയ്യാൻ, പഴയ പാറ്റേൺ, ഇപ്പോൾ മുണ്ടൂർ ജംഗ്ഷനിൽ പഴയ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ സ്പീഡിൻ്റെ വർധനവിനെ പറ്റി അവർ ധരിക്കുന്നില്ല. റോഡ് സ്മൂത്തായി. ഇതൊക്കെയാണ് അതിൻ്റെ കുഴപ്പം. എല്ലാ പ്രശ്നം കൂടി ഒരു ദിവസം പരിഹരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു വളരെ ദുഃഖകരമായൊരു സംഭവം നടന്നു പനയമ്പാടത്ത്. അവിടുത്തെ ഒരു പ്രധാന ഇഷ്യൂ കുറേ നാളായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് 2021 ജൂലൈ മാസത്തിൽ അവിടുത്തെ MLA വളരെ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും അവരത് മന്ത്രിക്ക് കത്തായി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ MLAയുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തി. അന്ന് തന്നെ ഒരു 2022 ഓഗസ്റ്റ് മാസത്തിൽ പരിശോധന നടത്തി. ഒരു റിപ്പോർട്ടും തയ്യാറായി. അതോടൊപ്പം പാലക്കാട് IIT പഠിച്ചു, അവരൊരു റിപ്പോർട്ട് വന്നു. ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ പ്രശ്നം ആദ്യം പരിഹരിക്കട്ടെ. പരിഹരിച്ചതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ ഇന്നലെ ADGPയുടെ നേതൃത്വത്തിലെടുത്ത ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ പങ്കെടുത്തു, അല്ലെങ്കിൽ SP-മാരെല്ലാം പങ്കെടുത്തിരുന്നു. SP-മാരോടൊപ്പം നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇന്നലെ XP-മാരുമായിട്ട് വൈകിട്ട് തന്നെ എല്ലാ ജില്ലകളിലും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മീറ്റിംഗ് നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കുക, പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ വളരെ നല്ലൊരു മീറ്റിംഗ് നടത്തി. പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം അപകടങ്ങൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ സ്വകാര്യ ബസ്സിൻ്റെ ഉടമകളുമായി 4 സംഘടനയാണുള്ളത്. 4 സംഘടനകളുമായി ഇന്നലെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനും മറ്റു ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും.
ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കൂടെ ഉണ്ട് കേട്ടോ. ലൈസൻസ് ഓടിക്കുന്ന ആളുടെ ലൈസൻസ് പോകുന്ന ഒന്ന് അതുണ്ട്. അത് കൂടാതെ അതിന് കാരണമെന്ന് പറയുന്നത് പലപ്പോഴും മത്സര ഓട്ടത്തിന് പല ബസ് ഉടമകളും പ്രോത്സാഹിപ്പിക്കുന്നുള്ളതാണ്. അത്തരം മത്സര ഓട്ടത്തോട് സംഘടനാ നേതാക്കളോ സംഘടനകളോ പൊരുത്തപ്പെടുന്നില്ല എന്ന് സമ്മതിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ ഒരു തീരുമാനമെടുത്തു. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് ജീവനക്കാരൻ ബസ്സിൻ്റെ ഇടയിൽ ഞെരിഞ്ഞ് മരിക്കുകയുണ്ടായി. അത് ആ ദൃശ്യം കണ്ടാൽ നമുക്കറിയാം അതൊരു നിയമലംഘനം. ആ നിയമലംഘനം എന്ന് പറയുന്നത് KSRTC ബസ്സിൻ്റെ മുന്നിൽ കയറി കൂടുതൽ കളക്ഷൻ എടുക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ആ ഡ്രൈവർ ചെയ്തൊരു നിയമലംഘനമാണ്. അത് ഡ്രൈവർക്ക് വേണ്ടിയല്ലല്ലോ കളക്ഷൻ. അപ്പോൾ അക്കാര്യത്തിൽ കർശനമായ നിലപാട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാർക്ക് ഇവർക്കൊന്നും യാതൊരു ട്രെയിനിങ്ങും മര്യാദയൊന്നുമില്ല. എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും പ്രൈവറ്റ് ബസ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഇവരുടെ നിയമനം ഇനി പോലീസ് വെരിഫിക്കേഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അവരുടെ പോലീസ് ക്ലിയറൻസ് വാങ്ങിക്കണം. അവരുടെ പേരിൽ ക്രിമിനൽ കേസുകളോ മയക്കുമരുന്ന് കേസുകളോ അങ്ങനെയുള്ള യാതൊരുവിധ കേസുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. യാത്രക്കാരായ കുട്ടികളുടെയൊക്കെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. അതിനോട് ബസ് ഉടമകൾ യോജിക്കുകയും അവരെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവർമാർക്ക് IDTRL ഘട്ടം ഘട്ടമായി IDTRL അല്ലെങ്കിൽ IDTRൻ്റെ യൂണിറ്റുകളിൽ സബ് യൂണിറ്റുകളിൽ വെച്ച് ഡ്രൈവിംഗ് ട്രെയിനിങ് നിയമങ്ങളെക്കുറിച്ചും ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചും ഘട്ടം ഘട്ടമായി ട്രെയിനിങ് നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഷെഡ്യൂൾ തയ്യാറാക്കി അത് ചെയ്യും. എല്ലാ RTO, ജോയിൻ്റ് RTO ഓഫീസുകളിലും ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ഈ 3 കൂട്ടർക്കും ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് വണ്ടിയിൽ പെരുമാറേണ്ടത്, വണ്ടിയുടെ ഡോർ എങ്ങനെ അടയ്ക്കണം, വണ്ടി എങ്ങനെ ഓടിക്കണം, വണ്ടിയിൽ വരുന്നവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ട്രെയിനിങ് നടത്താനുണ്ട്.